എന്താ പറ്റിയത്? അയ്യോ, പടക്കം വന്ന് കത്തിയതാ. പടക്കോ? എന്റെ അമ്മേ, എന്തൊരു സൗണ്ട് കേട്ടെ? എടാ പടക്കം കത്തിച്ച് ഈ മുറിയിലേക്കാണോ ഇടുന്നത്? ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ കത്തുമായിരുന്നല്ലോ. സിദ്ധുവിനൊരു അബദ്ധം പറ്റിയതാ സാറേ. നീ എന്തിനാ പടക്കം എടുത്ത് അവന് കൊടുത്തത്? അയ്യോ, ഞാൻ കൊടുത്തൊന്നുമല്ല, സിദ്ധുവായിട്ട് പൊട്ടിച്ചതാണ്. ഞാൻ പിടിച്ചു വാങ്ങാൻ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. ഈ പടക്കം സിദ്ധുവേട്ടൻ എവിടെ നിന്ന് കിട്ടി? ഇന്നലെ കരുണ വന്നില്ലേ, അവനെടുത്തതേ. അവര് കാണാതെ ഞാൻ എടുത്തതാ. എന്തായാലും വലിയ അപകടം ഉണ്ടാവാത്തത് ഭാഗ്യല്ല. ഇത് ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി നൽകിയ സാരി അമ്മ ദേവികയ്ക്ക് കിട്ടിയതാ. അവളത് ഗോപികയെ ഏൽപ്പിച്ച് എനിക്ക് തന്നു. ഇതിപ്പോ ഏതാണ്ട് മുഴുവനും കത്തി നശിച്ചു പോയില്ലേ? മഹേട്ടാ വേണ്ട, വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്ന് ഒപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ഇത് വല്ലാത്തൊരു അവശകുനം തന്നെ ആയിപ്പോയി. ചിലപ്പോ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അടയാളം തന്നെ ആയിരിക്കും ഇത്. ജാതക ദോഷം അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. മായേ, എന്റെ മോന്റെ ശ്രദ്ധക്കുറവ് കാരണം ഇതിനകത്തൊരു പടക്കം വീണ് ഈ സാരി കത്തിപ്പോയി. അത്രേ ഉള്ളൂ. അതിനപ്പുറം കൂടുതലൊന്നും തലങ്ങാരിട കീറി പരിശോധിക്കണ്ട. ഗോപികെ, നീ ഇതൊന്നും കണ്ടും കേട്ടും വിഷമിക്കണ്ട. ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. പോട്ടെ. ഇനി ഇതേക്കുറിച്ച് ഒരു സംസാരം ആർക്കും വേണ്ട. നിങ്ങളെല്ലാരും ഒന്ന് പുറത്തുപോയേ. എനിക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ മാമ ഞാനും വേണു. അമ്മേ, ഞാൻ ഇത് ഭാഗ്യം കൂടി പോയി കത്തിച്ചിട്ട് വരട്ടെ. വാ വാ വാ. ചെല്ല്. വാ.